സ്വാതിയുടെ സമ്മതമില്ലാതെ നിനക്ക് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്ക്. അവളറിയാതെ ഞാൻ വിചാരിച്ച പോലും നിന്നെ മറ്റൊരിടത്തേക്ക് മാറ്റാനും കഴിയില്ല. ഇപ്പൊ നിന്റെ ഈ ഇറങ്ങിപ്പോക്കോടെ സ്വാതി മാത്രമല്ല, അമ്മ, മുത്തച്ഛൻ, കാവേരിയപ്പച്ചി എല്ലാവർക്കും നിന്റെ സാമീപ്യം ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യ എന്നായിരിക്കുന്നു. ശരിക്കും ഞാൻ കുരുങ്ങിയിരിക്കുന്നത് ഇപ്പോഴാ. നീ എന്ത് ചെയ്താലും അതിന്റെ ഒക്കെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാ. നീ പോയപ്പോ നിന്നെ കണ്ടെത്തണമെന്ന് ഞാൻ തീരുമാനമെടുത്തതാ. കൂട്ടിക്കൊണ്ടുവരാനല്ല, നീ അവിടെ സേഫായിട്ട് കഴിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാ. പക്ഷേ എന്റെ കണക്കൂട്ടലുകളൊക്കെ പിഴച്ചു. എന്റെ വീട്ടുകാർക്ക് നീ എന്തായിരുന്നു എന്നുള്ള അറിവ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കണ്ണും നിറഞ്ഞിരിക്കുന്നല്ലോ. കൂടുതൽ സംസാരമൊന്നും വേണ്ട. പേഷ്യന്റ് ടയേർഡാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വരൂ. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇടയ്ക്ക് ജ്യൂസ് വാങ്ങിക്കൊടുക്ക്. പുറത്ത് ഇളനീരും കിട്ടും. ഹസ്ബൻഡ് ആണല്ലേ? പതുക്കെ എഴുന്നേക്ക്. നമുക്ക് കിടക്കാമേ. അല്പനേരം ഇരുന്നോട്ടെ മോളെ. അധികം സംസാരിക്കാൻ സമ്മതിക്കരുത്. കുറച്ചു കഴിഞ്ഞ് കിടത്തിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡ്യൂട്ടി റൂമിൽ വിളിച്ചാൽ മതി. ശരി സിസ്റ്റർ. ദാഹം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാതെ കുടിക്കാനൊന്നും കൊടുക്കരുത്. ഇപ്പോ സുഖം തോന്നുന്നില്ലേ? ഉണ്ട്. ഇടയ്ക്ക് ഞാൻ വരാം. സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. ടെൻഷനൊന്നും പാടില്ല. ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കാം സിസ്റ്റർ. സഞ്ജു പിന്നീട് വിളിച്ചോ മോളെ? ഒരു തവണ ഞാൻ വിളിച്ചപ്പോ കിട്ടി. സംസാരമൊന്നും വ്യക്തമായില്ല. ആ സ്ഥലത്ത് എന്തോ ഉത്സവവും ആഘോഷവും എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ റേഞ്ചിന് പുറത്താ സഞ്ജുവിന്റെ ഫോണ്. ഒരുപക്ഷെ അവര് മടക്ക യാത്രയിലാവും. അമ്മൂനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടല്ലേ സഞ്ജു പോയത്. സഞ്ജു അവളെ കൂട്ടിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. ശ്രീദേവി അമ്മ സമാധാനായിട്ടൊന്നിരുന്നാ മതി. സഞ്ജു വിളിച്ച അമ്മൂന് വരാതിരിക്കാനാവില്ല. അമ്മൂനെ പറ്റി വിവരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാ അമ്മയ്ക്ക് മാറ്റം ഉണ്ടായത്. എനിക്കും ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ടാ. ഞാൻ ഹോസ്പിറ്റലാണെന്ന് കേട്ട അവൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മോളെ. അമ്മൂനെ കണ്ടെത്തിയെന്ന് മോള് പറഞ്ഞത് കേട്ട് എനിക്കുണ്ടായ ആശ്വാസമൊന്നുമല്ല ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. ഉറപ്പായിട്ടും സഞ്ജുവിന്റെ കൂടെ അമ്മ ഉണ്ട്. അവൻ അവൾക്കൊപ്പം ഉള്ളത് ഞാൻ അവളുടെ കൂടെ ഉള്ളതിന് തുല്യല്ലേ മോളെ? എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടമ്മേ. അമ്മയ്ക്ക് വേണ്ടി അവള് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഫലവും കണ്ടു. എന്തുപറ്റി ദിനേശങ്ങളെ? ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളില് സ്ലിപ്പായി വീണതാടാ. കാവേരി എവിടെയാടാ? മുകളിലേക്ക് പോയിട്ടുണ്ട്. നീ അകത്തേക്ക് ചെല്ല്. ദിനേശൻ വന്നേ. വാ. കൺഗ്രാറ്റുലേഷൻസ് ദിനേശ.
ദിനേശൻ വരുമ്പോ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ കാത്തിരിക്കുമായിരുന്നു ഞാൻ. നീ എന്തിനാ എന്നെ അഭിനന്ദിക്കണം? നിന്റെ ഭർത്താവിനെ വിളിച്ച് അഭിനന്ദിക്കും. അയ്യോ, ഗൗതമല്ലേ അത് ചെയ്തത്? ദിനേശൻ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? ആര് വണ്ടി ഓടിച്ചാലും നിങ്ങൾ രണ്ടുപേരും അതിൽ ഇൻവോൾവ് ആണ്. പിന്നെ ചങ്കുറപ്പുള്ളവനെ അതിനുള്ള ധൈര്യം ഉണ്ടാവും. ദിനേശൻ അതുണ്ടായി. കാർ പായിച്ചു കയറ്റി അവളെയും മറ്റൊരു പെണ്ണിനെയും ഇടിച്ചു തെറിപ്പിച്ചത് ഗൗതമ. നിങ്ങളെന്തിനാ അത് എന്റെ തലയിൽ കെട്ടിവെക്കുന്നത്? അയ്യോ, ഒന്ന് പതുക്കെ. പേടി തോന്നുന്നുണ്ടോ ദിനേശ? ഞാനൊരു കാര്യം ചെയ്താ അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. എന്നെ ട്രാപ്പിലാക്കാനുള്ള നിങ്ങളെ ശ്രമം നടക്കില്ല. അല്ല, ഇനിയിപ്പോ ദിനേശനെ എന്തിനു ട്രാപ്പിലാക്കണം? നമുക്ക് 3 പേർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ എന്ത് പ്ലാൻ ചെയ്തോ അത് സാധിച്ചു. ആരും സംശയിക്കാനും പോകുന്നില്ല, പിടിക്കപ്പെടാനും പോകുന്നില്ല. ആക്ച്വലി ഇതുകൊണ്ടുള്ള നേട്ടം വല്യേച്ചിക്ക. ദിനേശന് തക്കതായ പാരിതോഷികം ഞാൻ വാങ്ങിച്ചു തരും. കൊട്ടേഷൻ കാശേ നിന്റെ മറ്റവന് വാങ്ങി കൊടുക്കും. അവനതിന് ആവശ്യപ്പെട്ടത്. നിന്നെ ഞാനിങ്ങനെ മുൾമുനയിൽ നിർത്തും ദിനേശ. അല്ല, ഞാനല്ല 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 അത് ചെയ്തത്. സമ്മതിച്ചു തരില്ല ഞാൻ. ദിനേശേട്ടാ, നിങ്ങൾക്കിത് എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നേ? ദുസ്വപ്നം വല്ലതും കണ്ടോ? വെള്ളം വെള്ളം. എന്നെ കൊടുക്കാമെന്ന് ആരും കരുതണ്ട. ദിനേശേട്ടാ, അതിന് ഭാര്യയും ഭർത്താവും വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. നിങ്ങൾ എന്തൊക്കെയാ നട്ടപ്പാതിരിക്കിരുന്ന് പൊലമ്പുന്നേ? നിങ്ങൾ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ? എന്തെങ്കിലും ഒന്ന് പറ ദിനേശേട്ടാ. മിണ്ടാ നടന്നു ഓടി. എന്നെ ഒരുത്തനോട് ചുക്കും ചെയ്യില്ല. പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ച നെഞ്ചാടി ഇത്. ദിനേശൻ ശബ്ദിച്ചു തുടങ്ങിയ പലരും ഈ വീടിന് പുറത്താ. ആ എന്നെയാ ഓലപ്പാമ്പ് കാട്ടി അവളും അവനും എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നത്. ഈശ്വര, ഈ മനുഷ്യൻ ഏതോ വലിയ ആപത്ത് ചെന്ന് തല വെച്ചിരിക്കുക. എന്റെ ദേവി, ഈ കുടുംബം ഒന്നടങ്കം നശിക്കാൻ പോവാണോ? ഇതുവരെ സഞ്ജു ഒന്നും വിളിച്ചില്ലല്ലോ മോളെ. അവനിപ്പോഴും മൂന്നാറിൽ തന്നെ ഉണ്ടെന്നാണോ നമ്മൾ കരുതേണ്ടത്? മൂന്നാറ് ടൗണിലാണെങ്കിൽ റേഞ്ച് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അമ്മുവിനെ കണ്ടുപിടിക്കാൻ സഞ്ജു കുറച്ച് വൈകിട്ടുണ്ടാവുന്ന. അതാവും യാത്ര വൈകുന്നത്. മതി മോളെ. മോളെ ഫോൺ അറ്റൻഡ് ചെയ്തേ. സഞ്ജു അമ്മ. എന്റെ ദേവി, നല്ല വാർത്ത കേൾക്കണേ. സഞ്ജു, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് സ്വാതി? അമ്മ പോയ സ്ഥലം സഞ്ജു കണ്ടെത്തിയെന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. അമ്മയല്ലേ അമ്മയുടെ മെഡിസിൻ. ഓക്സിജൻ ലെവല് കൂടി തുടങ്ങി. മാസ്ക് മാറ്റിയിട്ട് ഇപ്പൊ റൂമിൽ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. താങ്ക് യു സ്വാതി. എനിക്ക് വേണ്ടി അമ്മയ്ക്കൊപ്പം സ്വാതി നിന്നതിന്. അത് ഞാൻ ചെയ്യേണ്ടതല്ലേ? പിന്നെ എന്തിനാ ഒരു ഭംഗി വാക്ക്? പിന്നെ അമ്മുവായിട്ട് തിരിച്ചു വരുവാണോ? അതറിയാനാ ഞങ്ങൾ കാത്തിരിക്കുന്നത്. മടക്കയാത്രയ്ക്കുള്ള സമയമായിട്ടില്ല സ്വാതി. അമ്മ താമസിക്കുന്ന ഹോസ്റ്റലിൽ കണ്ടെത്തിയപ്പോൾ തന്നെ സമയം കുറച്ച് വൈകി. ഇവിടെ ഉത്സവം നടക്കുന്നതിനാൽ വഴിയിൽ കുറെ നേരം ബ്ലോക്കായി കിടക്കേണ്ടി വന്നു.
അവള് ജോലിക്ക് പോയ ടീ ഫാക്ടറി കണ്ടുപിടിച്ചു. ഹോസ്റ്റലിന്റെ ലൊക്കേഷനും കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോ തന്നെ രാത്രിയായി. അമ്മ അവിടെ ഉണ്ടെന്ന് സഞ്ജുന് ഉറപ്പാണോ? 100% ഉറപ്പ്. അവളെയും കൊണ്ടേ ഞാൻ വരും. സ്വാതി അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കേ. ഞാൻ പറയാം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വിളിക്കാം. ഇപ്പൊ നീ ഫോൺ വയ്ക്കേ. ശരി സഞ്ജു. ആക്സിഡന്റിനെ പറ്റി പറഞ്ഞ അമ്മയുടെ ഇപ്പോൾ ഉള്ള സമാധാനം കൂടി പോകും. സർ, പേഷ്യന്റിനെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഹസ്ബൻഡിനെ ഇങ്ങോട്ട് അയക്കണ്ടെന്ന് സുരഭി സിസ്റ്ററിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ആക്സിഡന്റിൽപ്പെട്ട വിവരം കേട്ട് സിസ്റ്റർ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അമ്മ എവിടെയെന്നുള്ള ചോദ്യത്തിന് അവരുത്തരം പറയേണ്ടതല്ലേ? ഇനി നിന്നെ സഹായിക്കാൻ സിസ്റ്റർ വരുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് വേണ്ട. ഞാൻ ഇനി മംഗലശ്ശേരിയിലേക്ക് വരില്ല. മടങ്ങിപ്പോവാൻ വേണ്ടി അവിടെ നിറങ്ങിയതല്ല ഞാൻ. ദയവ് ചെയ്ത് നിങ്ങളുടെ കൂടെ വരാൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ വരില്ല. നിങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞതല്ലേ ഞാൻ. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? അതുകൂടി അറിയാതെ ഞാൻ എങ്ങനെ പോകും? ഞാൻ നാളെ പ്രകാശേട്ടനെ കാണാൻ പോവും. എനിക്ക് തരാമെന്ന് പറഞ്ഞ് ജോലി കിട്ടും. ഞാൻ എവിടെയാന്ന് നിങ്ങൾക്കറിയാലോ. അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ എവിടെയുണ്ടെന്ന കാര്യം ചേച്ചിയോട് നിങ്ങൾ പറയാതിരുന്നാ മതി. സമാധാനത്തോടെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നീ കാരണം സമാധാനം നഷ്ടപ്പെട്ടവരുടെ കാര്യവും അതെന്താ നീ ഓർക്കാത്ത? നീയാണ് അവർ ഇങ്ങനൊരു അവസ്ഥയെ കൊണ്ട് എത്തിച്ചത്. അമ്മ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റൽ ഐസിയുവിൽ കിടക്കുക. സ്വാതി ഐസിയുവിന് മുമ്പിൽ കാവലിരിക്കുന്നു. നീ തിരിച്ചു വന്ന അമ്മയ്ക്കതൊരു 2ാം ജന്മം ആവുമെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് പോന്നത്. അല്ലെങ്കിൽ എന്റെ അമ്മയെ വിട്ട് ഞാൻ വരുമോ? മുത്തച്ഛന്റെ അവസ്ഥ അതിലും ദയനീയ. നീ പോയ ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല, മരുന്ന് കഴിച്ചിട്ടില്ല. 1-2 തവണ ഡോക്ടർ വീട്ടിൽ വന്നു പോയി. ഹോസ്പിറ്റലിൽ പോവില്ല എന്നുള്ള പിടിവാശിയ മുത്തച്ഛന്. ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തില് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതിലെനിക്ക് കുറ്റബോധവും ഉണ്ട്. എന്നെ തിരികെ കൊണ്ടുപോയ എല്ലാം പഴയതുപോലെയാവുന്ന നിങ്ങൾ കരുതുന്നത്. മുത്തശ്ശൻ ഭക്ഷണവും മരുന്നും കഴിക്കും. അമ്മയുടെ അസുഖം നല്ല പരിചരണം കൊണ്ട് കുറയും. ചേച്ചിക്ക് സന്തോഷാവും. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവോ? സത്യത്തിൽ പരിഹാരം കാണേണ്ടത് അതല്ലേ? ഞാൻ തിരിച്ചു വരുന്നതിലൂടെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സമാധാനത്തിന് എന്ത് നിലനിൽപ്പാ ഉള്ളത്? ഒരു നീർക്കുമിളയുടെ ഐസല്ലേ അതിനുള്ളൂ. സത്യം പുറത്തറിഞ്ഞ് ഇപ്പൊ അനുഭവിക്കുന്നതിന്റെ 1000 മടങ്ങ് വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും. എനിക്കെന്നല്ല, നിങ്ങൾക്കും വീട് വിട്ട് പോകേണ്ടി വരും. ആ സത്യം താങ്ങാനുള്ള മനക്കെട്ടി അമ്മയ്ക്കോ മുത്തശ്ശനോ ഇല്ല. രണ്ടുപേരും ഹൃദയം പൊട്ടി മരിച്ചു പോയെന്ന് വരും. എന്റെ ചേച്ചിക്ക് എന്ത് പറ്റുമെന്ന് പറയാനുള്ള കരുത്തെനിക്കില്ല. ജീവിതത്തിൽ ആദ്യമായി സ്നേഹം എന്താന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ ചേച്ചിയുടെ കൺമുന്നിൽ എത്തിയപ്പോഴാ. പിന്നെ അമ്മയുടെ മുത്തശ്ശന്റെ സ്നേഹവും വാത്സല്യവും എനിക്ക് കിട്ടി. എന്റെ ജീവന്റെ ജീവനായി ചേച്ചിയെ വിട്ട് ഞാൻ ഇറങ്ങിയത് എന്റെ ഹൃദയം പൊട്ടിയ.
ഒരു ഭാഗത്ത് ഞാൻ ചേച്ചിയോട് ചെയ്യുന്ന നന്ദി കേട്, മറുഭാഗത്ത് ചേച്ചിക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു പോകേണ്ടതായ കടമ. ആ കടമ നിറവേറ്റാനാ ഞാനും വേദനിച്ച് ആ വീടിന്റെ പടി ഇറങ്ങിയത്. എന്റെ ബന്ധുക്കൾ ആ വീട്ടിൽ വന്നപ്പോ നമ്മൾ അനുഭവിച്ചതൊന്നും മറന്നു പോയിട്ടില്ലല്ലോ. എല്ലാ സത്യവും പുറത്തറിയുമ്പോ ഉണ്ടാവുന്ന പൊട്ടിത്തെറിയേക്കാൾ എത്രയോ ചെറുതാണ് ആ വീട്ടിൽ ആരുമല്ലാത്തൊരു പെണ്ണ് ഇറങ്ങിപ്പോയതിന്റെ വേർപാട്. കുറച്ചാഴ്ചകൾ കൂടി കഴിയുമ്പോ എല്ലാം പഴയ താളത്തിലാവും. വേണ്ടപ്പെട്ടവര് മരിച്ചു പോയാൽ പോലും കൂടെയുള്ളവര് ജീവിക്കുന്നില്ലേ? നിങ്ങൾ ഇതും അങ്ങനെ വേണം കരുതാൻ. നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടി, നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന അവിടെയുള്ള ബന്ധുജനങ്ങൾക്ക് വേണ്ടി എന്നെ കണ്ടില്ലെന്ന് കരുതി നിങ്ങൾ മടങ്ങിപ്പോണം. എനിക്കിനി ആ വീട്ടിലേക്ക് വരാനാവില്ല. ഞാൻ ചെയ്യേണ്ടതും അതാണ്. വല്യേച്ചി കിടക്കുന്നില്ലേ? ചെന്ന് കിടക്ക്. നേരെ എത്ര എന്ന വിചാരം? ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാനെ? ശ്രീകുട്ടി ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ഐസുവിന് മുന്നിലിരുന്ന് നേരം വെളുപ്പിക്കേണ്ട എന്ത് കാര്യം അവക്കുള്ളത്? രാജു വന്ന് പറഞ്ഞത് വല്യേച്ചി കേട്ടതല്ലേ? സഞ്ജു അമ്മൂനെ അന്വേഷിച്ചു പോയിരിക്കുക. ശ്രീകുട്ടിക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി. ഈ സമയത്ത് തന്നെ സഞ്ജുവിന് പോകേണ്ട കാര്യം എന്തായിരുന്നു? അത് അവന്റെ ഇഷ്ടം. പക്ഷേ ശ്രീകുട്ടി തനിച്ചവിടെ ഇരിക്കുന്നതാ എന്നെ ഭയപ്പെടുത്തുന്നത്. രാത്രി ശ്രീദേവിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവൾ എങ്ങനെ അത് തരണം ചെയ്യും? വീട്ടിലേക്ക് വരാൻ ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞിട്ട് പുല്ല് വില പോലും അവൾ തന്നില്ല. അവളെ തിരിച്ചു വിളിക്കണം വല്യേച്ചി. വല്യേച്ചി പറഞ്ഞാൽ അവൾക്ക് അനുസരിച്ചല്ലേ പറ്റൂ. ആലോചിച്ച് നിൽക്കാതെ വിളിക്കേ. രാജു പോലും കൂടെയില്ല. സമയം എത്രയായില്ലേ? എന്ന് വെച്ച് അവൾ അവിടെ തനിച്ചിരുത്താൻ പാടില്ല. വല്യേച്ചി അത് അനുവദിച്ചു കൊടുക്കരുത്. പറഞ്ഞു കേട്ടത് വെച്ച് ശ്രീദേവി നേരം വെളുപ്പിക്കില്ല. ഹലോ, നിന്നോട് വീട്ടിലേക്ക് വരാൻ ഒരു വട്ടം ഞാൻ പറഞ്ഞതാ. നീ വരാതെ ഞാൻ ഉറങ്ങില്ലേ? ശ്രീകുട്ടി, നീ വന്നേ പറ്റൂ. നാണമില്ലേ അമ്മയ്ക്ക് വീണ്ടും ഇത് തന്നെ പറയാം? ഇനി എന്നെ വിളിക്കരുത്. ഞാൻ സഞ്ജു വന്നതിന് ശേഷേ വരുന്നുള്ളൂ. നിന്നെ അവിടുന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനും കവിതയും അങ്ങോട്ട് വരാൻ പോവുക. അമ്മ വരുന്നെങ്കിൽ സന്തോഷം. 3rd ഫ്ലോറിൽ റൂം നമ്പർ 302. അവിടെയാ ഞങ്ങള്. സഞ്ജുവിന്റെ അമ്മയെ റൂമിലേക്ക് മാറ്റി. ഞാനും സഞ്ജുവിന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. രാത്രിയായതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ വന്നൊന്ന് കണ്ടിട്ട് പൊക്കോ. പിന്നെ ഞാൻ വരണോ ഇല്ലേന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. എന്താ അവള് പറഞ്ഞത്? ശ്രീദേവിയെ റൂമിലേക്ക് മാറ്റിയെന്ന്. ശ്രീദേവി ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇനി എന്തിനു വേണ്ടിയാ കാത്തു നിൽക്കുന്നേ?